ഒരു അസാധാരണമായ പ്രോൺസ് ബിരിയാണിയുടെ രഹസ്യം തലയിൽ തന്നെയെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ തലയിലല്ല, പ്രോൺസിന്റെ തലയിൽ. ഇങ്ങനെ ആരോ എപ്പോഴോ പറഞ്ഞു. ഇത് ശരിയാണോ എന്ന് തലപുകഞ്ഞ് ആലോചിച്ചപ്പം എന്നാ പിന്നെ തലയിട്ടൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി കളയാന്നങ്ങ് വിചാരിച്ചു. ആദ്യം തന്നെ ബിരിയാണിക്കുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലി, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് തേങ്ങ, ഒരിത്തിരി ജീരകം, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചു. ഇതൊരു ചട്നി പരുവത്തിലാവുമ്പോൾ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ടൊരു ഫ്രൈയിങ് പാനിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ബിരിയാണിക്ക് ഇടുന്ന സ്പൈസസ്, കറുവപ്പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴട്ടുക. അതിനുശേഷം 1-2 ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലിട്ട് വഴട്ടുക. ഒരല്പം വഴറ്റിയതിന് ശേഷം ഉള്ളിയിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അതായത് സൈമൾട്ടേനിയസ്ലി തന്നെ നമുക്ക് ചോറും കൂടെ വേവിക്കാം. അപ്പം പരിപാടി പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അതിനകത്ത് നെയ്യും പിന്നെ കുറച്ച് ഗ്രാമ്പും ഒരു ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അതിനകത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. വയറ്റി വെച്ച ഉള്ളിയിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിക്കുക. ഇതിൽ ഇത്തിരി ടൊമാറ്റോ അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ നേരം വഴറ്റുക. നമ്മൾ ഡീവെയിൻ ചെയ്ത പ്രോൺസ് വിത്ത് ഹെഡ് അതിലോട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ഈ അരപ്പെല്ലാം അതിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടി. പ്രോൺസ് ആയതുകൊണ്ട് തന്നെ അത് വളരെ വേഗം വേവും. ഇനി നമുക്ക് ഓൾറെഡി വെന്തിട്ടുള്ള ബിരിയാണി റൈസ് ഉണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീരും പിന്നെ കുറച്ച് തേങ്ങാപ്പാലും വേണ്ടി വരും. ഇനി അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ എടുത്തിട്ട് ചെറിയ ചൂടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രോൺസ്, അതിൻ്റെ കുറച്ച് മസാല അതൊരു ലെയർ അറേഞ്ച് ചെയ്യണം. അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് അതൊരു ലെയർ, അതായത് നമ്മൾ ചിക്കൻ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ലെയർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അപ്പോൾ പ്രോൺസ് നമ്മൾ അത്യാവശ്യം 2-3 പേർക്കുള്ളതേ ഉണ്ടാക്കിയുള്ളൂ. സോ ഒരുപാട് ലെയേഴ്സ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അതിൻ്റെ മേളിൽ റൈസ് ഇട്ടിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും പിന്നെ ഒരു ഇത്തിരി നാരങ്ങാനീരും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും ചെറുതീയിൽ അതിങ്ങനെ ഒരു 5 മിനിറ്റോളം വെച്ച് വേവിക്കുക. അതിനുശേഷം കുറച്ച് നേരം അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഇതിങ്ങനെ അടച്ച് തന്നെ വെക്കണം. എന്നാലേ ആ പ്രോൺസിൻ്റെ സ്മെല്ല് മൊത്തവും ഈ ബസ്മതി റൈസിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കത്തുള്ളൂ. ഒരല്പം തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്താൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് കാഷ്യൂം കിഷ്മിഷും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സെർവ് ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പേ ഒരു നല്ല തവി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അടിയിലുള്ള അരപ്പും ലെയറിലേക്ക് കിടക്കുന്ന അരപ്പും എല്ലാം കൂടെ എല്ലായിടത്തും മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ ബിരിയാണി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫിഷ് ബിരിയാണി പോലെ തന്നെ ഇതും ഉടഞ്ഞു പോകരുത്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്യാവും. അങ്ങനെ അവസാനം ഞങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ എന്താ മനസ്സിലായത്? ആ പറഞ്ഞവൻ വെറുതെ പറഞ്ഞാണ്. തലയിട്ടാലും വാലിട്ടാലും ബിരിയാണി അതുപോലെ തന്നെയുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇനി നിങ്ങളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പ്രോൺസ് ബിരിയാണിയിൽ തലയോ പാലോ എന്തെങ്കിലും ഇട്ടിട്ട് പ്രത്യേകിച്ച് വല്ല ടേസ്റ്റും ഉണ്ടോന്ന്.